ഹലോ ആൾ, ഞാൻ അലക്സ് മാത്യു, യുവർ ഹിയറിംഗ് സ്പെഷ്യലിസ്റ്റ് ഫ്രം ശ്രവണ. സോ നമ്മളോട് പേഷ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഹിയറിംഗ് എയ്ഡ് ഫിറ്റിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മെഷർമെന്റ് എടുക്കാൻ പറ്റുക മെഷീനിൽ നിന്നുള്ള, അതായത് ഹിയറിംഗ് എയ്ഡ് കറക്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതായത് ഹിയറിംഗ് എയ്ഡ്സ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതായത് ഏകദേശം 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ പ്രൈസ് ഉള്ള ഒരു ഡിവൈസ്. അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റണം. കാര്യം വെക്കുന്ന ഒരാൾക്ക് അറിയണം കൃത്യമായിട്ടാണോ ഈ മെഷീനിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റി കറക്റ്റ് ആണോ എന്ന് ഒരു ക്ലയൻറ്റിന് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെഷീൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡാണ് റിയൽ ഇയർ മെഷർമെൻറ്റ്. അതായത് നമ്മൾ ഒരു പ്രീ റെക്കോർഡഡ് സ്റ്റിമുലസ് പേഷ്യൻറ്റിലേക്ക് കൊടുക്കുകയും പേഷ്യൻ്റ് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയ മൈക്ക് പേഷ്യൻ്റെ ചെവിയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സോ ഈ മൈക്ക് ത്രൂ ഇയർ ഡ്രമ്മിൻ്റെ ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൗണ്ട്, ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്ത് നിന്ന് വരുന്ന സൗണ്ട് നമ്മൾ കളക്ട് ചെയ്യും. സോ ഈ ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഓൾറെഡി നമ്മളുടെ സോഫ്റ്റ്വെയർ നമുക്കൊരു പേഷ്യന് വേണ്ട ആംപ്ലിഫിക്കേഷൻ ലെവല് മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും. സോ ഈ കാൽക്കുലേറ്റഡ് മെഷർമെൻറ്റും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ചെവിയിൽ നിന്ന് കിട്ടുന്ന മെഷർമെൻറ്റും മാച്ച് ചെയ്ത് നോക്കും. സോ ഈക്വലി മാച്ച് ചെയ്ത് കഴിയുമ്പം ഇത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്, അതിന് 2 ടാർഗറ്റ്സും കറക്റ്റായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ 2 ലൈൻസ്, അതായത് ഒരെണ്ണം ഡോട്ടഡ് ലൈൻസും ഒരെണ്ണം ഷെയ്ഡഡ് ലൈനുമാണ്. ഈ 2 ലൈനും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആംപ്ലിഫിക്കേഷൻ കുറവായിരിക്കും. അതായത് താഴേക്കാണ് ഗ്യാപ്പ് വരുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ആംപ്ലിഫിക്കേഷൻ കുറവായിരിക്കും. മേളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ അത് ഓവർ ആംപ്ലിഫൈഡ് ആയിരിക്കും. ഓവർ ആംപ്ലിഫിക്കേഷൻ വരുമ്പോൾ പല ഹെൽത്ത് പ്രോബ്ലംസും വരാം. അതായത് ഒരു വേർട്ടൈഗോ വരാം, അവർക്ക് ടിനൈറ്റസ് വരാം, തലവേദന വരാം, പെയിൻ വരാം, ഇങ്ങനെ പല പ്രശ്നങ്ങളും വരാം. അണ്ടർ ആംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകത്തില്ല. സോ ഈ 2 കണ്ടീഷനും നമുക്ക് പ്രയോജനകരമല്ല. ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ ഇത്രയും ചിലവാക്കി ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ അത് ലോവർ എൻഡ് ആണെങ്കിലും ഹയർ എൻഡ് ആണെങ്കിലും നമുക്ക് അതിനെ പെർഫെക്റ്റ്ലി ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്താൽ മാത്രമാണ്.